എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ 2ാം വർഷ ചരമവർഷമായിരുന്നു. അതിൽ ശ്രീ രാഹുൽ ഗാന്ധിയും സഭാ മേലധ്യക്ഷന്മാരും പ്രസക്ത വ്യക്തികളും ചേർന്നിട്ടുള്ള അനുസ്മരണ യോഗം പുതുപ്പള്ളിയിൽ നടന്നു. സെൻറ്റ് ജോർജ് ദേവാലയ പരിസരത്ത് വെച്ചുള്ള അനുസ്മരണ യോഗത്തിൽ പലരും അവരുടെ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. എന്നാൽ അതിലുപരിയായി കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ആരും തന്നെ കേരളത്തിലുള്ള ആരും തന്നെ അദ്ദേഹത്തെ വിസ്മരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്രയിൽ നാം ഓരോ റോഡിൻ്റെ 2 വശങ്ങളിൽ നിന്ന് നമുക്ക് കാണാനിടയായ രംഗങ്ങൾ, പലരും വീർപ്പ് മുട്ടുന്നതൊക്കെ നാം കണ്ടതാണല്ലോ. അദ്ദേഹത്തിൻ്റെ യശസ് ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ചെയ്തു വച്ച ഓരോന്നിനും അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായിരുന്നാലും അദ്ദേഹത്തെ എത്രയും വേഗം ഈ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യേണ്ടതൊരാവശ്യം പലർക്കുമുണ്ടായി. അതിനുവേണ്ടി ഒരു അഭിസാരികയെ വേഷം കെട്ടിച്ചു. അദ്ദേഹത്തെ പബ്ലിക്കിന് മുൻപിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കാൻ ശ്രമിച്ചു. 100% അതിൽ അഭിസാരികയും അവർക്ക് അതിന് നേതൃത്വം കൊടുത്തവരും ജയിക്കുകയും ചെയ്തു. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, ഇതിന് നേതൃത്വം കൊടുത്തവരുടെ അവസാനം വളരെ ശോചനീയമായിരിക്കും. ദുർഗന്ധം പിടിക്കുന്ന പുഴുവരിച്ച ശരീരവുമായി മാത്രമായിരിക്കും അവരുടെ അവസാന നാളുകൾ എണ്ണുക. അവരുടെ നാളുകൾ അടുത്തു കഴിഞ്ഞു. അതിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ സൂചനകൾ ഇപ്പോൾ കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അധികാരത്തിനും സമ്പത്തിനും വേണ്ടി പാവം പിടിച്ചൊരു മനുഷ്യനെ ബലിയാടാക്കി അവർ നേടിയിരിക്കാം. അവർ പ്രശസ്തിയും കോടികളും ഒക്കെ നേടിയിരിക്കാം. ബട്ട് അതെല്ലാം അതിൻ്റെ അവസാനം കണ്ടെത്തേണ്ട സമയം അത്ര വിദൂരമല്ല. വളരെ വൈകാതെ എല്ലാ ജനങ്ങൾക്കും അതറിയാൻ പറ്റും. ഉമ്മൻചാണ്ടിയുടെ ശരീരമാണ് ഇവിടുന്ന് പോയി, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നുണ്ട്. അതിനാർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല. ആ വളർച്ചയെ ആർക്കും മുരടിപ്പിക്കാനും സാധിക്കില്ല. ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഓരോ ദിവസം തോറും കൂടിക്കൂടി വരികയാണ്. പല പദവിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവർ ഒന്ന് അദ്ദേഹത്തിൻ്റെ ആ ശവകുടീരത്തിലേക്കൊന്ന് പോയി നോക്കുക. അവിടെ വന്നു പോണ ജനങ്ങളെക്കുറിച്ച്, അവരുടെ വികാരങ്ങളെക്കുറിച്ച്, അവരവിടെ വന്ന് പോകുമ്പോൾ ആ സായുജ്യം അടയുന്നതിനെക്കുറിച്ച് പോയി കാണുക. നിങ്ങളെ കാണേണ്ടതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, ശരിയാണ്. അവിടെ പോകരുത്, പോകാതിരിക്കുന്നത് നല്ലതാണ്. കാരണം അവിടം അശുദ്ധമായി പോകും. അതുകൊണ്ട് അവിടെ പോകാതിരിക്കുക. പ്രിയപ്പെട്ട
നാട്ടുകാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. 2 വർഷം ആയിക്കഴിഞ്ഞു അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. ഒന്നോർക്കുക, ഓരോ വർഷങ്ങൾ കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ പ്രസക്തിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും കൂടിക്കൂടി വരികയുള്ളൂ. അതാർക്കും തകർക്കാൻ പറ്റില്ല. കാരണം അത് ആ മനസ്സിൻ്റെ ഉടമയായിരുന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ സ്നേഹവും എല്ലാ മനുഷ്യരിലേക്കും കടന്നെത്തിയിട്ടുണ്ട്. ഇനി അത് കൂടിക്കൂടി വരികയുള്ളൂ. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എല്ലാവർക്കും നാം എല്ലാം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാനും അദ്ദേഹത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് നമുക്ക് ആശ്വസിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.